നമസ്കാരം പ്രേക്ഷകരെ, ഇന്നിപ്പോഴിലേക്ക് സ്വാഗതം. കേരളം കനത്ത ചൂടിൽ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളെല്ലാവരും ചുട്ടു പൊള്ളുകയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. ഓരോ ജില്ലയിലും കനത്ത ചൂടാണ്. കേരളത്തിൽ വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടും നാള് കുറച്ചായി. ഒരുപാട് പേർ കടൽ തീരത്തേക്ക് തലയിണയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയെങ്കിലും തണുത്ത കാറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ചൂടത്ത് വെന്തുരുകുകയാണ് കേരളം. അതിനിടയിൽ പവർ കട്ടും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഡോക്ടർ ബിനു ബ്രൈറ്റ് ചേരുകയാണ്. പട്ടം SUT ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടറാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, കനത്ത ചൂടാണ്. ഇപ്പോൾ പാലക്കാട് 40 ഡിഗ്രിയാണ്, തിരുവനന്തപുരത്ത് 38 നിൽക്കുകയാണ്. അങ്ങനെ കനത്ത ചൂടിൽ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ നിൽക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയേ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷേ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം? ഇപ്പോഴും പലരും നമ്മൾ സൺസ്ക്രീനിൻ്റെ കാര്യം പറയുമ്പോൾ പോലും അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നവർ വരെ ഉണ്ട്. അത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എത്രമാത്രം ആവശ്യമാണെന്നൊരു ബോധവൽക്കരണം പല ആളുകൾക്കും ഇല്ല. നമുക്ക് സൺസ്ക്രീനിൽ തന്നെ തുടങ്ങാം. അതൊരു ആവശ്യകത തന്നെയല്ലേ? തീർച്ചയായും സൺസ്ക്രീൻ ആക്ച്വലി ആവശ്യകത തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ. എന്നാൽ പോലെ മറ്റൊരു സ്ലൈഡ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഒരിക്കലും പൂർണ്ണമായ സംരക്ഷണം തരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്നത്രയും നമുക്ക് ഈ ഒരു 10 അല്ലെങ്കിൽ 11 മണി മുതൽ 3 മണിയുള്ള സമയം നമ്മൾ നേരിട്ടുള്ള ചൂട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ ആയിരിക്കും. എന്നാൽ തീർച്ചയായും പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന അരമണിക്കൂർ മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഡോക്ടർ, ഈ സൂര്യാതാപം പ്രത്യേകിച്ച് ഈ നമ്മൾ പല രീതിയിലുമുള്ള പ്രിക്കോഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രിക്കോഷൻ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണ്. ഈ തണുപ്പുള്ള സ്ഥലം ഇപ്പോൾ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ തിരിഞ്ഞാലും ചൂടാണ്. ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് നമ്മൾ നേടിയെടുക്കേണ്ടത്? കാരണം ഇപ്പം സൂര്യാതാപമേറ്റ് പലരും പൊള്ളലേൽക്കുന്നുണ്ട്. നല്ല കനത്ത പൊള്ളലാണ് പലർക്കും ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം ഈ ഒരു ഘട്ടത്തിൽ? അപ്പൊ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ താപനില 22-നും 32-നും ഇടയ്ക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 2 വർഷങ്ങളായിട്ട് 35, 40, 42 ഒക്കെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ UV ഇൻഡെക്സ്, നമ്മൾ വരുന്ന സൂര്യരശ്മിയിലുള്ള UV ഇൻഡെക്സ് ഒരുപാട് കൂടി ഈ അടുത്ത ഇടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഉള്ള സൺറൈസ് അല്ലെങ്കിൽ സൺലൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും ഉത്തമം. നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടയോ അല്ലെങ്കിൽ തൊപ്പിയോ എന്തെങ്കിലും കരുതുക. പിന്നെ നമ്മൾ വണ്ടിയിലാണെങ്കിൽ പോലും നമുക്ക് സൺസ്ക്രീൻ, നമ്മൾ സൺഷീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലും ഒരു പരിധി വരെ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനൊക്കെ പുറമെ നമുക്ക് മിക്കപ്പോഴും പുറത്തിറങ്ങാനുള്ള അവസ്ഥ അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സമയം ഷിഫ്റ്റ് ചെയ്യുന്നത് പോലും പലപ്പോഴും സഹായമാകാറുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ലേബേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ പല ബിൽഡേഴ്സും ഇപ്പൊ ചെയ്യുന്നത് പോലെ കുറച്ച് സമയം ഈവനിങ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പീക്ക് ടൈം ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ധാരാളമായി വെള്ളം കുടിക്കുക, ഒരുപാട് ടൈറ്റ് ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുക. നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ചൂട് കൂടുതൽ ബോഡിയിൽ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക, അതിലൂടെ ടൈറ്റ് ഡ്രസ്സസ് അവോയ്ഡ് ചെയ്യുക, പിന്നെ മാക്സിമം ബോഡി കവർ ചെയ്യുക. പിന്നെ പലപ്പോഴും നമുക്കിപ്പോൾ പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. UV പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ UV നമ്മുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്ക് അത് വേണമെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം ഈ ഒരു സമയത്ത് മാക്സിമം ഇങ്ങനത്തെ ഓപ്പൺ എക്സസൈസസ്, ഇപ്പം റണ്ണിങ് ആണെങ്കിലും ട്രക്കിംഗ് ഒക്കെ ആണെങ്കിലും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു പീക്ക് ടൈമിലെങ്കിലും. ഡോക്ടർ, ഈ ചർമ്മ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണല്ലോ. അത് നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നതും. ഈ ചൂടത്ത് അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നൊരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അതിനെന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും പ്രധാനം പറഞ്ഞ പോലെ സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക. അത് പോയിട്ട് നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. നമ്മൾ അകത്ത് ഒഴുകുന്ന വെള്ളവും ചർമ്മത്തിന് ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. പിന്നെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാം, അതിന്റെ കൂടുതൽ സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ നമ്മൾ ഏത് സൺസ്ക്രീൻ ആയാലും SPF 50 ആണെങ്കിലും 60 ആണെങ്കിലും ഇതിനൊക്കെ ഒരു ആക്ഷൻ മേ ബി ഒരു 2 to 3 hours ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് അപ്ലൈ ചെയ്യുക. ഒരു 2 to 3 hours കൂടുതൽ നമ്മൾ സൺലൈറ്റ് നിൽക്കേണ്ടി വരുവാണെങ്കിൽ വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കയ്യിൽ സൺസ്ക്രീൻ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഡ്യൂറേഷൻ പുറത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കഴുത്തിലും കയ്യിലും എല്ലാം അപ്ലൈ ചെയ്യേണ്ടതും നിർബന്ധമാണ്. ഡോക്ടർ, ഈ മെഡിസിൻസ് കഴിക്കുന്ന ആളുകളും കൂടി ഉണ്ടാവുമല്ലോ നമ്മുടെ സമൂഹത്തിൽ തന്നെ. പലരും മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും, ഇവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും. ഒന്ന് ഈ മെഡിസിൻസ് കാരണം ക്ഷീണം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബോഡി വീക്കാവുന്നതിൻ്റെ കൂടെ പുറത്ത് ജോലിയും കൂടെ ചെയ്യുമ്പോഴാണ് ഈ സൂര്യാഘാതം കൂടി ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാണ്ട് ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഒരു വലിയ വിഭാഗം സൊസൈറ്റിയിൽ നിൽക്കുന്നവരാണ്. ഇവർക്കൊക്കെ പുറത്തിറങ്ങാനല്ലാതെ വേറെ വഴിയില്ല. അവരുടെ ജീവിത മാർഗമേ ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, അവർക്ക് എങ്ങനെയായിരിക്കും പ്രിക്കോഷൻസ്? അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം?
നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചില മരുന്നുകൾക്ക് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ നാച്ചുറൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉം. പ്രത്യേകിച്ച് നമ്മുടെ ബിപിയുടെ ഒക്കെ മരുന്നുകൾ. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതെ. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കുറച്ച് കൂടുതൽ പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. ഉം. അതായത് നമ്മൾ ദാഹമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ നമ്മൾ പുറത്ത് ഇപ്പം ഓപ്പൺ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മാക്സിമം പ്രൊട്ടക്ഷൻസ് കരുതുക. അതായത് ഇപ്പോൾ ഹെൽമെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബോഡി കവർ ചെയ്യുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഇതെല്ലാം ഒരു പരിധി വരെ ഇതിനെ സഹായിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഇതിലെ ഏറ്റവും അപകടമായ പ്രശ്നം എന്ന് വെച്ചാൽ ഹീറ്റ് സ്ട്രോക്ക് ആണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക, അത് ഉള്ള വ്യക്തിയെ അങ്ങനെ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള എമർജൻസി ട്രീറ്റ്മെന്റ് ചെയ്യുക. ഉം. ഇപ്പൊ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില 40 ഡിഗ്രി കൂടുതൽ ഉയരുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ സ്വന്തം ബോഡിക്ക് തണുപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും പെട്ടെന്ന് ആ വ്യക്തി ഒരു എമർജൻസിയിലോട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് എന്താ പറയുക, പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുക, അല്ലെങ്കിൽ ആ ഒരു പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുക, പെട്ടെന്ന് എന്താ പറയുക ഒരുപാട് തവണ ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനപ്പുറം തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത വരെ ഹീറ്റ് സ്ട്രോക്കിനുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തി തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റുക, പിന്നെ ഈ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഈ കാണുന്ന പോലെ ഹീറ്റുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ, അത് പ്രത്യേകിച്ച് പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, പല അസുഖങ്ങളുള്ള വ്യക്തികള്, ഇവരെ കുറച്ച് കൂടുതൽ കരുതുക. അതേപോലെ തന്നെ കുട്ടികളെയും പ്രായമുള്ളവരെയും പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് അധികം കരുതേണ്ടുന്ന സമയം കൂടിയാണ് ഈ ചൂടുകാലം. ഡോക്ടർ, ഈ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ആ ഡെയിലി വേജസ് ആളുകളുടെ കാര്യം കൂടെ സംസാരിക്കണം. ഇപ്പോൾ പുറത്ത് ഇറങ്ങിയാണ് അവർ ജോലി ചെയ്യുന്നത്, അവരുടെ ജീവിതമാർഗം അതാണ്. അവർക്കെപ്പോഴും ഈ സൺസ്ക്രീൻ പുരട്ടി ഇറങ്ങുക എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അവർ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ ജോലി ഭാഗമായിട്ട് പുറത്തിറങ്ങുന്നവർക്ക് ഈ വെള്ളം കുടിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, സൺസ്ക്രീൻ പുരട്ടുക, മോയ്സ്ചറൈസർ പുരട്ടുക, ഇതിനേക്കാളുപരി അവർ നോക്കുന്നത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം, തൽക്കാലം ഇത് നമുക്ക് വകവെക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അവരോട് നമുക്കൊരു അവയർനെസ് എന്ന് പറയുന്ന രീതിയിൽ എത്രമാത്രം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും ഫോർവേഡ്? ഇതിൽ ഞാൻ പറഞ്ഞ അവയർനെസ് കൂടെ എടുക്കുന്നത് ഇവരെ ഹയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ആക്ച്വലി. അതായത് നമ്മുടെ ജോലി സമയം പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇതിനൊരു സൊല്യൂഷൻ ആവും. നമ്മുടെ ഈ ഒരു 11 മണി മുതൽ 3 മണി വരെ സമയം നമ്മൾ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് രാവിലെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. 7 മണിക്കുള്ള ജോലി സ്റ്റാർട്ട് ചെയ്ത് ഒരു 11 o'clock ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ മേ ബി ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മണി 6 മണി വരെയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ആ പീക്ക് ടൈം അവോയ്ഡ് ചെയ്ത് തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ആ ജോലി സ്ഥലത്തിലെ മെയിൻ ആൾക്കാർ, അതായത് ഇവരെ ഹയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അല്ലാതെ നമ്മുടെ ആ ചൂടിന്റെ ആ ഒരു പ്രധാന സമയത്ത് ആക്ച്വലി നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രിക്കോഷൻ എടുത്താലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് പലപ്പോഴും അത് ഹാർംഫുൾ തന്നെയാണ്. ഡോക്ടർ, ഇപ്പോൾ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, AC-യുടെ ആവശ്യമില്ല, സവാള കൊണ്ടാണ് താൻ നടക്കുന്നത്, കീശയിൽ ഒരു സവാള കൊണ്ട് നടന്നാൽ ചൂട് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ വാചകം. അത് സത്യമാണോ? അത് യൂസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പേഴ്സണലി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ഈ ഒരു സമയത്ത് ഇങ്ങനെ പലതും കേൾക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എവിടെയോ ഒന്നൊക്കെ കേട്ട് കിടന്ന കാര്യങ്ങളല്ലാതെ ഈ പറയുന്ന ആൾക്കാർ പോലും പലതൊന്നും ട്രൈ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനത്തെ പല അബദ്ധസിദ്ധാന്തങ്ങൾക്ക് പോകാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി പറഞ്ഞാൽ ചൂട് അവോയ്ഡ് ചെയ്യുക, പറ്റുന്നത്ര നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക, പിന്നെ ഡീഹൈഡ്രേഷൻ കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ AC വേണ്ട, തണുപ്പ് വേണ്ടെന്നൊക്കെ പറയുന്നത് ആക്ച്വലി പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു ഫാനും AC ഒക്കെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി മാറുന്ന സിറ്റുവേഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആക്ച്വലി ജസ്റ്റ് കേട്ട് കളയുന്നത് മാത്രമേ. ഡോക്ടർ, വേറൊരു പ്രതിസന്ധി കൂടെ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രശ്നം കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ ചൂട് നിൽക്കുന്നത് കൊണ്ട് ആളുകൾ കറണ്ട് കൂടുതൽ ഉപയോഗിക്കും, അങ്ങനെ വരുമ്പോഴേക്കും പവർ കട്ട് സംഭവിക്കും. ഇനി അഥവാ AC ഇടാന്ന് വെച്ചാൽ കറണ്ട് ബില്ല് കൂടും. അങ്ങനെ എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചൂട് പ്രശ്നം, വീട്ടിനകത്തിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളാന്ന് വെച്ചാൽ കറണ്ട് ബില്ല് പ്രശ്നം, ഇനി കാറ്റ് കൊള്ളാൻ ശ്രമിച്ചാൽ കറണ്ട് ഇല്ലാത്ത പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ കൂളാക്കി വെക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇപ്പോൾ എളുപ്പമല്ല. കാരണം പല വീട്ടിനകത്തിരുന്നാൽ പോലും അത് നടക്കുന്നില്ല, അത്രയധികം ചൂടും ഉണ്ട്. ഈ UV ഇൻഡെക്സ് കൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം കൂടി നമുക്കൊന്ന് സംസാരിക്കാം. ഈ ഇൻഡെക്സ് ഇത്രയും കൂടാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ കാര്യം ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുത്തി വെച്ച കാരണമായിട്ട് തന്നെ വിലയിരുത്താമോ അത്? തീർച്ചയായും. കാരണം നമ്മുടെ നേരത്തെ സിറ്റുവേഷൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തില് പണ്ടതിലൊക്കെ ഒരുപാട് പുതിയ ബിൽഡിങ്സ് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ബിൽഡിങ്സ് മെജോറിറ്റി സിമെന്റിൽ ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ആണ്. ഇതിൽ പലതും റേഡിയേഷൻസ് റിഫ്ലക്ട് ചെയ്യും. അതൊന്ന്. രണ്ടാമത് നമ്മൾ ഒരുപാട് സ്മോക്ക് ഇപ്പൊ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എടുത്താൽ പോലും എയർ ക്വാളിറ്റി ഇൻഡെക്സും നേരത്തെ വളരെ മോശമായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉൾപ്പെടെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതും ബിൽഡിങ്സിന്റെ എണ്ണം കൂടുന്നതും മരങ്ങളുടെ ഒക്കെ എണ്ണം കുറയുന്നതും ഒക്കെ
നമ്മുടെ ഇങ്ങനെയുള്ള റേഡിയേഷൻസിന്റെ എഫക്റ്റ് ഇമ്പാക്ട് കൂടാനുള്ള ചാൻസ് കൂടും. ഉം. പലപ്പോഴും ഇങ്ങനത്തെ സിമെന്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ് പോലും, അല്ലെങ്കിൽ ടാറിട്ട റോഡുകളുടെ റിഫ്ലക്ഷൻസും പിന്നെ ഈ പറഞ്ഞ പോലെ പുകയും ഒക്കെ ഈ റേഡിയേഷൻസിന്റെ എഫക്ട് കൂട്ടുന്നുണ്ട്. അപ്പൊ ഓക്കെ അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഈ ഒരു എന്താ പറയുക റിസ്ക് ഫാക്ടർ കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം. ഓക്കെ ഡോക്ടർ, ഈ ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ പല ദൃശ്യങ്ങളും കാണുന്നുണ്ട്. കുട പിടിച്ച് നടക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആളുകൾക്ക് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിക്കോട്ടെ, റോഡിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഈ സമയത്തിനുള്ളിൽ വരാം. നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ആളുകൾ ഇപ്പോഴും റോഡിൽ ആദ്യ സമയത്ത് ഇറങ്ങുന്നുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, വീടിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഇത് കുറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രയധികം ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായി, സൂര്യാതാപം ഏൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് പോലും ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു അവയർനെസ് കുറവുള്ളതായിട്ട് ഡോക്ടറിന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. തീർച്ചയായും വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണുന്ന മേ ബി വർഷത്തിൽ ഒന്നോ രണ്ടോ ഒരു അപൂർവമായ ഒരു മരണം വരയ്ക്കും നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കപ്പെടുക ഈ സൂര്യാഘാതം എന്നുള്ളതുകൊണ്ട്. എന്നാൽ ഇത് കാരണം വരുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ട് കാണുന്ന ഹോസ്പിറ്റലുകളിലാണ്. പെട്ടെന്ന് പലപ്പോഴും ആൾക്കാർ ഒരു ഒന്ന് കുഴഞ്ഞു വീടും വരുന്ന സ്ഥിരം ഇപ്പൊ നമ്മൾ സാധാരണ കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും. എന്നാൽ ഇതൊന്നും ആക്ച്വലി പൊതുജനങ്ങൾ അധികം അറിയുന്നതാണ് സത്യം. എന്നാൽ അവരുടെ കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുക മാത്രമേ അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിനുള്ള ഏറ്റവും പ്രധാനമായ പ്രോബ്ലം ആവുന്ന ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങള് അതിന്റെ ഒരു അവയർനെസ് ഉണ്ടായാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് പൊതുജനങ്ങൾക്ക് ആക്ച്വലി ഇതിൽ ഒരു എന്താ പറയുക കുറച്ചൊന്ന് സേഫ് ആവാൻ പറ്റും. ഓക്കെ, ഇപ്പം അവിടെ വരുന്ന ഇപ്പം ഹോസ്പിറ്റൽസിൽ വരുന്ന ആളുകളെയും കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമോ? ഇപ്പോൾ ഈ സൂര്യാഘാതം ഏറ്റു വരുന്നവരായിക്കോട്ടെ, അങ്ങനെ പേഷ്യൻസ് വന്നിട്ടുണ്ടോ? വരുന്നുണ്ടെങ്കിൽ തന്നെ സിവിയർ ആയിട്ടുള്ള കേസസ് എന്തൊക്കെയായിട്ടുണ്ടായിട്ടുള്ളത്? നമുക്ക് ആക്ച്വലി ഹീറ്റിന്റെ കോംപ്ലിക്കേഷൻസ് വളരെ മിനിമൽ മുതൽ കുറച്ച് സിവിയർ ആയിട്ടൊക്കെ കാണാറുണ്ട്. അതായത് സൺബേൺസ് കാണാറുണ്ട്, കുറച്ച് സമയം കൊടുത്തിരിക്കുമ്പോഴത്തേക്കും ദേഹം പൊള്ളി വരുന്ന പോലെ കാണാറുണ്ട്. പിന്നെ ഏറ്റവും കോമൺലി കാണുന്ന ആൾക്കാർ കുഴഞ്ഞു വീഴുക. ചൂടിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് സമയം ഓപ്പൺ എയറിൽ നിൽക്കുമ്പോഴത്തേക്കും ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് കുഴഞ്ഞു വീഴും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പെട്ടെന്ന് അവിടെ നിന്ന് കുഴഞ്ഞു വീണ ആംബുലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ മെജോറിറ്റി ആൾക്കാരുടെ ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് തണുത്തൊരു എന്താ പറയുക ഒരു കോൾഡ് അറ്റ്മോസ്ഫിയർ കൊടുക്കുക, പിന്നെ നമ്മൾ കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ബെറ്റർ ആവും. ഇതിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ ആക്ച്വലി നേരത്തെ പറഞ്ഞ ഒരു എമർജൻസിയിലോട്ട് പോകുന്നു. നമ്മുടെ ബോഡിയിലുള്ള പല അവയവങ്ങളെ ഇത് ബാധിച്ച് അത് ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഹീറ്റ് എമർജൻസിയിലോട്ട് മാറാനുള്ള സാധ്യത വളരെ കുറച്ച് പേരിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷൻ വളരെ അപൂർവമാണെങ്കിൽ പോലും അത് മരണം വരെ എത്തിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീണ്ടും ഈ ഹീറ്റ് എമർജൻസി സംസാരിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ. നമുക്ക് കാണാൻ കഴിഞ്ഞ ആഴ്ച പോലും ഒരു വ്യക്തി മരണപ്പെട്ടതേ ഉള്ളൂ ഹീറ്റ് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട്. അതെ, അല്ല ഇത് ഓർഗൻസിൽ ഉൾപ്പെടെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ? കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അറിയാത്തത് കൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. ഇത് എങ്ങനെയാണ്? അതിന് ഒരു പ്രധാന കാരണം നമ്മുടെ കേരളം ഒരു കോസ്റ്റൽ റീജിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഒരു 40 ഡിഗ്രി കൂടുതൽ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് ബോഡിയിൽ നിന്ന് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയും ഇവാപറേഷൻ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ചൂട് തണുപ്പിക്കുന്ന ഒരു മെക്കാനിസം അത് നഷ്ടപ്പെടുകയും പെട്ടെന്ന് ബോഡി ഹീറ്റ് ആവുകയും ചെയ്യുന്നു. ഒരു പരിധിക്കുള്ള ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ പല എൻസൈംസിന്റെ ഹോർമോൺസിന്റെ ആക്ഷൻ നഷ്ടപ്പെടുകയും നമ്മുടെ പല ടിഷ്യൂസിന്റെയും ബ്ലഡ് സപ്ലൈയിലോട്ടുള്ള ഏറ്റവും മൈന്യൂട്ട് എന്താ പറയുക കാപ്പിലറീസിലുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ടിഷ്യൂവിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണം ടിഷ്യൂ പല ഓർഗൻസ് ഫെയിൽ ആവുകയും അത് പിന്നെ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല അവയവങ്ങളെയും ബാധിച്ച് മരണം വരെ നയിക്കുന്നു എന്നുള്ളതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ സാധാരണ ഒരു 24 hours ക്ലോക്കിൽ നമ്മൾ പകൽ നേരത്തെയൊക്കെ ചൂടുണ്ടായിരുന്ന സമയത്ത് ശരി എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായി കിട്ടിയാൽ തണുക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, രാത്രിയും ചുട്ടുപൊള്ളുന്നതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സാധാരണയായി നമ്മൾ രാവിലെ ഈ വെയിലൊന്ന് അകറ്റി നിന്ന് കഴിഞ്ഞാൽ രാത്രിയുടെ തണുപ്പ് കിട്ടിയെങ്കിലും ഒന്ന് ഉറങ്ങാമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ ഇപ്പം അതുമില്ല. അതെന്താണ് അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്? ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ നാടിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഓവറോൾ ക്ലൈമാറ്റിക് ചേഞ്ചും ആക്ച്വലി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പലപ്പോഴും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡേഞ്ചർ ആക്ച്വലി ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുള്ള വേണം പറയാനായിട്ട്. അതായത് ഓരോ വർഷം കഴിയുന്നതും നമ്മുടെ ബേസ് ലൈൻ നമ്മുടെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് നമ്മൾ നോർത്ത് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഗ്ലേസിയേഴ്സ് എന്താ പറയുക മെൽറ്റ് ആവുന്ന ഉൾപ്പെടെ നമ്മുടെ സീ ലെവൽ റൈസ് ആവുന്ന ഉൾപ്പെടെ നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ ആക്ച്വലി റൈസ് ചെയ്ത് വരുവാണ്. ഇത് തന്നെ ഒരു പ്രധാന കാരണം. രണ്ടാമത് പറഞ്ഞ പോലെ റേഡിയേഷൻസ് പലപ്പോഴും ഒരു ഈവനിങ് ആകുമ്പോൾ എസ്കേപ്പ് ആവാനുള്ള ചാൻസ് പൊതുവെ ഈ ബിൽഡിംഗ്സ് കൂടുതൽ കുറഞ്ഞു വരുന്നുണ്ട്. പലതും റിഫ്ലക്ട് ആയും പല രീതിയിലും ബൗൺസ് ചെയ്തും ആ റേഡിയേഷൻസും അല്ലെങ്കിൽ ആ ഉള്ളൊരു ഹീറ്റ് വേവും നമ്മുടെ ലാൻഡിൽ തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ നൈറ്റ് ആകുമ്പോഴത്തേക്കും അധികം ഓപ്പൺ എയർ ആകുമ്പോഴത്തേക്കും പല റേഡിയേഷൻസ് നമ്മൾ എസ്കേപ്പ് ആയി പോവുമെങ്കിൽ ഇപ്പൊ പലപ്പോഴും അത് സസ്റ്റെയിൻ ചെയ്താണ് ഈ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇനിയും അത് കൂടാനുള്ള സാധ്യതയാണ് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വേറൊരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഒരു ബോഡി നമ്മളൊരു ഒരു കോർപ്പറേറ്റ് വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ഒരു 8 hours വർക്ക്
ഉണ്ടായി, അപ്പോൾ അത്രയും നേരം എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഇരിക്കുന്നു, അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതായത് അത്രയും നേരം തണുപ്പ് കൊണ്ടിട്ട് പിന്നീട് നമ്മൾ വീണ്ടും പുറത്തെ ചൂട് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെടുക. ഈ ബോഡി ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യം. നമ്മൾ പെട്ടെന്ന് നമ്മൾ തണുപ്പിരിക്കുമ്പോൾ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ബോഡിയിൽ ആക്ച്വലി ഡീഹൈഡ്രേഷൻ നമ്മൾ പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. കാരണം തണുപ്പിന്റെ നല്ലൊരു കംഫർട്ടിങ് അറ്റ്മോസ്ഫിയർ നമ്മൾ എന്താ വെച്ചാൽ വെള്ളം കുടിക്കുന്നതൊക്കെ കുറയാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണ് എ സി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ. നമ്മൾ പെട്ടെന്ന് ബോഡി ചൂടിലോട്ട് കയറുമ്പോഴത്തേക്കും ബോഡിയുടെ കംപ്ലീറ്റ് സിറ്റുവേഷൻ മാറുകയാണ്. പെട്ടെന്ന് എൻവയോൺമെന്റ് ടെമ്പറേച്ചർ കൂടുന്നു. ഈ സമയത്ത് ബോഡി കോമ്പൻസേറ്ററി മെക്കാനിസത്തിലോട്ട് പോകുന്നു. അപ്പൊ ബോഡിയുടെ ഏറ്റവും പ്രധാന കോമ്പൻസേഷൻ ഈസ് ആക്ച്വലി നമ്മുടെ സ്വെറ്റിംഗ് ആണ്, വിയർക്കുക എന്നുള്ളതാണ്. അപ്പൊ തണുപ്പുള്ള സമയത്ത് നമ്മൾ അധികം വെള്ളം കുടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ബോഡിയുടെ ഈ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം നടക്കാതെ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ഒരു ഡീഹൈഡ്രേഷൻ അടിക്കുകയും തല കറങ്ങുകയും വെപ്രാളം, നെഞ്ചെടുപ്പ് ഇതൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതൊരു പരിധി തടയാൻ പറ്റും. ഈ പറഞ്ഞ നമ്മുടെ ബോഡിയുടെ ഏറ്റവും കോമൺ മെക്കാനിസം ടു കോമ്പാക്ട് ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മുടെ സ്വെറ്റിംഗ് തന്നെയാണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഇവാപറേഷൻ, റേഡിയേഷൻ അങ്ങനെ പല രീതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ ടെമ്പറേച്ചർ വിട്ടു പോകുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഈ ഓഫീസിലൊക്കെ ഇരുന്ന് ഒരുപാട് ചായയും കോഫിയും കുടിക്കുകയാണെങ്കിൽ ഈവൻ ഈ ഒരു കോഫി പോലും ഒരു ഡീഹൈഡ്രേഷൻ വലിയൊരു കോമ്പണന്റ് ആയിട്ട് മാറുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ ചൂടിലോട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ അതിന് വേണ്ടിയിട്ട് എടുക്കണം, അല്ലാതെ എത്ര നേരം ഇടുന്നു എന്ന് വെച്ചിട്ട് വെറുതെ വിട്ടു പോകരുത്. അതെ, അതേപോലെ നമ്മൾ ഹൈഡ്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഒരുപാട് മധുരമുള്ള സാധനം കഴിക്കുകയോ കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കഫീനേറ്റഡ് ഡ്രിങ്ക്സ്, കോഫിയോ അല്ലെങ്കിൽ ടീയോ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ ആക്ച്വലി പരിധിവരെ വേഴ്സ് ആവുക ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് ഒരു ശമനം കിട്ടുമെങ്കിലും കുറച്ച് നമ്മൾ ഇന്റേണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡീഹൈഡ്രേഷൻ കുറച്ച് കൂട്ടുക ചെയ്യും. നമ്മൾ കൂടുതൽ വെള്ളം അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് റിലേറ്റഡ് എമർജൻസീസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ചൂട് കാലത്ത് മാക്സിമം സാധാരണ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം കുടിക്കാം. അപ്പൊ അങ്ങനത്തെ ഇതല്ലാതെ ഒരുപാട് മധുരം ഏറിയ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കഫൈനുള്ള കോഫിയോ ടീയോ ഒക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത്. ഈ ഷുഗർ ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കുടിക്കാനുള്ള സാധ്യതയും കൂടി ചിലപ്പോൾ ഈ ചൂടത്ത് കാരണം ഉണ്ടാവും, കുറച്ച് ഉണ്ടാവുക, അതും ഹാനികരമാണ്. അത് ഹാനികരമാണ്. അത് നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം തരുന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആക്ച്വലി കൂടുതൽ വീണ്ടും വെള്ളം കുടിക്കേണ്ട സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നടന്നൊക്കെ വരുവാണെങ്കിൽ മേ ബി കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഡീഹൈഡ്രേഷൻ എന്ന ആസ്പെക്ടിൽ ഷുഗർ ഉള്ള പാനീയങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂട്ടത്തേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ വ്യായാമം ചെയ്യുന്ന ആളുകൾ, നമുക്ക് ആ ഒരു വിഭാഗത്തേക്ക് സംസാരിക്കും. ഇപ്പം ഒന്നാമത് ഈ നമ്മൾ ബോഡി ഓൾറെഡി ഹീറ്റായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് നിലവിൽ ലൈക്ക് ഇസ് ഇറ്റ് ഗുഡ്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണമോ? അത് ആ പ്രോസസ്സ് എങ്ങനെയാണ്? കാരണം അത് നമ്മൾ അല്ലാണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി വല്ലാണ്ട് ഹീറ്റ് ആവുന്നുണ്ട്. അത് നല്ല ഒരു എന്താ പറയുക ഫ്രസ്ട്രേഷൻ വരെ ആളുകളിലേക്ക് പലരിലേക്കും എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ എക്സസൈസ് വിൽ ഇറ്റ് റൂയിൻ ഓർ അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്? നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ കുറച്ച് സിറ്റുവേഷൻസ് മാറി വരുവാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടുള്ള സ്പീഡുകളുള്ള എക്സസൈസസ് മാക്സിമം കുറയ്ക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് വിറക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നല്ലതല്ല. അപ്പം ഈ ഓപ്പൺ ട്രാക്ക് എക്സസൈസസും നമ്മൾ ഓടുന്നതും അല്ലെങ്കിൽ അങ്ങനെ മാരത്തോൺ ട്രെയിനിങ് ചെയ്യുന്നതും ഈവൻ ട്രക്കിംഗ് പോലും നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു പീക്ക് ടൈമിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ട്രക്കിംഗ് പോലുള്ള സിറ്റുവേഷൻ നമ്മൾ ഒരുപാട് കിലോമീറ്റേഴ്സ് ഓപ്പൺ ഒരു ഫോറസ്റ്റ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ കുറവാണ്. പെട്ടെന്ന് എടുത്ത് പോയിട്ട് എന്താ പറയുക, പെട്ടെന്ന് വെള്ളം ചിലപ്പോൾ തീർന്നു, കയ്യിലുള്ള വെള്ളം തീർന്നു. പിന്നെ പല സിറ്റുവേഷൻസിൽ നമ്മൾ ഡയറക്റ്റ് ഹീറ്റിൽ നമ്മൾ ഒരുപാട് സമയം എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ അത് ഇപ്പോഴത്തെ പീക്കായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ പക്ഷേ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് തന്നെ ഇപ്പൊ AC ഉള്ള ജിമ്മിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആക്ച്വലി നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇപ്പോഴത്തെ കാലഘട്ടം നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് നടക്കാൻ പോവാം, റണ്ണിങ്ങിന് പോവാം, ഈവനിങ് ടൈമിൽ ബിയോണ്ട് ഒരു 6 o'clock നടക്കാൻ പോകുന്നതൊക്കെ ഇപ്പോഴത്തെ സമയത്ത് അഡ്വൈസബിളും സേഫുമാണ്. കാണുന്ന പ്രേക്ഷകരോട് വീണ്ടും ആവർത്തിക്കുന്നു, പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, കീപ്പ് യുവർ ബോഡി ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, തണുത്ത വെള്ളം മാക്സിമം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ശരീരമാണ്, നമ്മുടെ ആരോഗ്യമാണ്, അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങി ഇപ്പോൾ വൈകുന്നേരത്തിന് ശേഷമൊക്കെ എക്സസൈസിനോ ജോഗിങ്ങിനോ ഒക്കെ പോകുന്നവരുണ്ടാവാം, അവർ മാക്സിമം ഇൻഡോറിലേക്ക് ഒതുങ്ങുക എന്നുള്ളതാണോ? അതെ, അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ടൈമിലോ ലേറ്റ് ഈവനിങ് ടൈമിലോട്ടോ സമയം ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ പീക്ക് ടൈം അവോയ്ഡ് ചെയ്യുക, അതാണ് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം വേനൽ മഴ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി, പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല.
ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു വേനൽ മഴ പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പോലും 40 ഡിഗ്രി ചൂടാണ് വരുന്നത്. ഉം. അതൊരു ഒരു പ്രശ്നമാണോ? കാരണം ആ ഒരു ടൈം പീരീഡിൽ പോലും ഇത്രയും അധികം ചൂട് കയറി നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു 2 മാസം എക്സ്പെക്ട് നമ്മളിപ്പോ 4 മാസമായിട്ടും ഒരേപോലെ ഒരു ഹൈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ കെയർഫുൾ ആവേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു 1.5 മാസം ആകുമ്പോഴത്തേക്കും അടുത്ത മഴ വരുന്ന പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോ ഒരു 3 മാസമായിട്ട് മഴ വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എമർജൻസീസിന്റെ സാധ്യത കൂടുമെന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം. കാരണം ഇപ്പൊ നമ്മൾ ചൂട് കൂടുന്നു അല്ലെങ്കിൽ ചൂട് കൂടിയ കാലം കുറച്ച് കൂടുന്നതുകൊണ്ട് വ്യത്യാസം വരുന്നില്ല. എക്സെപ്റ്റ് ഇങ്ങനെ കോംപ്ലിക്കേഷൻസിനുള്ള ചാൻസ് കൂടുന്നു. അപ്പൊ നമുക്ക് മഴ വരുന്ന എപ്പോഴും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള ഹീറ്റിന്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡോക്ടർ, ഈ AC-യുടെ കാര്യം തൽക്കാലം ഇപ്പം ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷുഗർ ഡ്രിങ്ക്സ് തൽക്കാലം ഒരു ആശ്വാസം നൽകുന്നത് പോലെ തൽക്കാലം ഒരു ആശ്വാസം മാത്രമാണോ AC? കാരണം ഈ അത് പുറത്തു വിടുന്ന വായു ആയിക്കോട്ടെ, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ, അത് നമ്മുടെ ബോഡിക്ക് എത്രമാത്രം ഗുണകരമാവും എന്നുള്ള ചോദ്യവും വേറെ ആയിട്ട് നിൽക്കുകയാണ്. സോ അത് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് തന്നെയല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ഫാൻ ആയാലും AC ആയാലും തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ AC ഉള്ളപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യം ഡീഹൈഡ്രേഷൻ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ AC ഉള്ള സമയത്ത് നമ്മുടെ ബോഡിയിലെ ഇവാപറേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പൊ AC-യിലാണ് ദാഹം ഇല്ലെങ്കിൽ പോലും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ചൂടുള്ള സമയത്ത്. എന്നാലും ഒരു എത്ര ബോട്ടിൽ വെള്ളമായിരിക്കും വേണ്ടി വരിക? മിനിമം ഒരു 2 to 3 ലിറ്റേഴ്സ് നമ്മൾ ഡെയിലി കുടിക്കണം. മിനിമം അത് കുടിപ്പോയാലും കുഴപ്പമില്ല. 2 to 3 ലിറ്റേഴ്സ്. റാദർ ദാൻ ഹൈഡ്രേഷൻ നമ്മൾ അല്ലാണ്ട് പുലർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ലൈക്ക് നമ്മുടെ ഒരു റൊട്ടീനിൽ ഭാഗമാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പുറത്ത് പോകേണ്ടി വന്നാൽ നമുക്ക് മാക്സിമം ഇടയ്ക്ക് ഷെയ്ഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ച് സമയം എന്താ വെച്ചാൽ അതിലോട്ട് മാറുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓപ്പൺ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇതിനകത്ത് പറഞ്ഞ ലേബർ വർക്ക്സ് ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ബ്രേക്സ് എടുക്കുക. നമ്മളൊരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു 1-2 മണിക്കൂർ നിൽക്കുന്നതിന് പകരം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് ഒരു 5 minutes ബ്രേക്ക് എടുത്ത് കുറച്ചൊന്ന് തണുത്ത സ്ഥലത്ത് നിന്നതിന് ശേഷം മാത്രം തിരിച്ച് വീണ്ടും ജോലി കണ്ടിന്യൂ ശ്രമിക്കുക. അതേപോലെ ഹൈഡ്രേഷൻ മാത്രമല്ല, നമ്മൾ ഡ്രസ്സിങ്ങിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ബോഡി കവർ ചെയ്യുന്ന ഉടുപ്പുകൾ എന്നാൽ ഒരുപാട് ടൈറ്റ് ചെയ്ത് ഉടുപ്പുകളാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡയറക്റ്റ് സൺലൈറ്റ് ബോഡിയിൽ വീഴുന്നത് തടയാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉള്ള തന്നെ ഒരുപാട് പ്രായമായവരും ഒരുപാട് ചെറിയ കുട്ടികളും പിന്നെ പല അസുഖങ്ങളുള്ള ആൾക്കാരെ കുറച്ച് കൂടുതൽ കരുതുക. ഈ സമയത്ത് അവർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. പിന്നെ അവരുടെ ജോലിപരമായ സന്നദ്ധപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ അവരുടെ സിറ്റുവേഷനിൽ, അതായത് മേ ബി നമുക്ക് അടുത്തൊരു കൂളർ സ്ഥാപിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഏരിയ എയർ കണ്ടീഷൻ ചെയ്യാം, അല്ലെങ്കിൽ മേ ബി നമുക്ക് കൂടുതൽ ഫാൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വർക്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മേ ബി ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എംപ്ലോയീസിനെ മാത്രം എന്താ പറയുക ഒരു ഇതല്ല, അവരെ എന്താ പറയുക എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെയും കൂടി ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ ഹെൽപ്ഫുൾ ആവാൻ പറ്റും. ഡോക്ടർ, ഇപ്പം സൂര്യാഘാതം ഏറ്റു എന്ന് വിചാരിക്കുക, ഇപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഏൽക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പാനിക് ആവുക, അത് കൂടുതൽ വേഴ്സൺ ആവാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഏൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കണം ആ വ്യക്തി ചെയ്യേണ്ടത്? ഇപ്പം ചൂടുകുരു ആയിക്കോട്ടെ അല്ലെങ്കിൽ റാഷസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഏറ്റു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് പ്രിവെൻഷൻ അല്ല, സപ്പോസ് ഇഫ് ഇറ്റ് ഹാപ്പൻസ്, അത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇപ്പൊ ചൂടിന്റെ കോംപ്ലിക്കേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഇതേക്കുള്ള റാഷസ് ഒക്കെ ആയിരിക്കും, ചില ചൂട് ഗുരുവായിരിക്കും, ചിലപ്പോൾ റാഷസ് ആയിരിക്കും. കുറച്ചും കൂടി സിവിയർ ആവുകയാണെങ്കിൽ മസിൽ ഏക്സ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് വരും, മസിലൊക്കെ കോച്ചി പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള. ഇതിൽ കുറച്ചും കൂടി മോശമാവുകയാണ് നേരത്തെ ഹീറ്റ് സ്ട്രോക്കിന്റെ ലെവലോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ആളുടെ സ്വഭാവം മാറുക, വെപ്രാളം കാണിക്കുക, നെഞ്ചെടുപ്പ് കൂടുക, ശ്വാസം മുട്ട പോലൊക്കെ കാണിക്കുക, മേ ബി അതും കഴിഞ്ഞ് മേ ബി ആള് കുഴഞ്ഞു വീഴുക, ഇതൊക്കെ സംഭവിക്കുക. അപ്പൊ ഇതിൽ പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആ ചൂടുള്ള സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. പിന്നെ തണുപ്പുള്ള, അതായത് ഫാൻ അടിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പക്ഷെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ തണുത്ത എന്തെങ്കിലും തുണി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി തുടയ്ക്കുവാണെങ്കിൽ ബോഡി പെട്ടെന്ന് കൂളാക്കാൻ പറ്റും. അപ്പൊ ഏത് വ്യക്തിയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസിയിൽ കാണുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് അയാളുടെ ബോഡി തണുപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ കൂടെയുള്ള ആൾക്കാരാണ് എത്രയും പെട്ടെന്ന് ആ ഡ്രസ്സിന്റെ ബട്ടൺസ് ഒക്കെ അടിച്ച് ഒരു ടവൽ എന്തെങ്കിലും തണുത്ത കണക്ഷൻ നമുക്ക് ബോഡി ഫുൾ തുടച്ചു കൊടുക്കാം. പിന്നെ ഫാൻ അടിയിൽ വെക്കാം. പിന്നെ ആൾക്ക് ബോധമുണ്ട്, കുടിക്കാൻ പറ്റുമെങ്കിൽ ധാരാളം വെള്ളവും കൊടുക്കാം ഈ ഒരു സമയത്ത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എത്രയും പെട്ടെന്ന് ഈ വ്യക്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പലർക്കും അറിയാത്തത് ജസ്റ്റ് ചെറിയൊരു കോംപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും അവർക്ക് ഈവൻ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ പല ഓർഗൻസും ഫെയിലായി
മരണം വരെ സംഭവിക്കുന്ന ഒരു കോംപ്ലിക്കേഷനിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ നൽകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡിൽ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായി അവിടെ ചെയ്തതിനു ശേഷം അത് ടണലിലോട്ട് മാറ്റുക, വെള്ളം കൊടുക്കുക, ബോഡി തുടച്ചു കൊടുക്കുക, എന്നാൽ ഇതേ സമയം തന്നെ ഒരു ആംബുലൻസ് വിളിക്കുക അല്ലെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്യുക ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷത്തിലുണ്ടായിരിക്കുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്ക് കൂടുതൽ ഭീതി ഉണ്ടാക്കുന്നതാണ് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചോദിക്കാൻ, ഹൗ ക്യാൻ ഇറ്റ് ബി കൺട്രോൾഡ്? എങ്ങനെയായിരിക്കാം ഇത് കുറയ്ക്കാൻ കഴിയുക? ഇതറിയില്ല, ഇത് കൂടാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ബട്ട് എങ്ങനെയായിരിക്കാം ഇത് കുറയ്ക്കാൻ കഴിയുക? ഇത് ആക്ച്വലി നമ്മുടെ ഒരു പേഴ്സണൽ ലെവലിനെക്കാട്ടി കൂടുതൽ ഒരു മേ ബി ഒരു ഹയർ ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് പുറപ്പെടുവിക്കുന്ന എക്സോസ്റ്റിനാണ് ഇതിലൊരു പ്രധാന കാരണം. എന്നാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ കൂടുതൽ ഇലക്ട്രിക് വണ്ടികളൊക്കെ വരുന്നത് തന്നെ ഇത് ഒരു പരിധി വരെ സഹായിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പേഴ്സണലി പറയട്ടെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസങ്ങൾ കുറെയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പറ്റും. അതായത് നമുക്ക് ഓപ്പൺ എയറിൽ നമ്മൾ ഒരുപാട് തീയിട്ട് കത്തിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാട് പറ്റുന്ന പോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുക. നമുക്കിപ്പോ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിക്കുന്നത് ഈ ഓരോ ചെറിയ ഇമ്പാക്റ്റും ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പാക്ട് കൂടി വരും. ഇപ്പൊ നമ്മുടെ സ്കൂൾ ലെവലിലോ കോളേജിലോ നമ്മുടെ വീടുകളിലോ ഒക്കെ പറ്റുന്നത്രയും നമ്മൾ ചെടികൾ കൂടുതൽ വളർത്താൻ ശ്രമിക്കുക. നമ്മുടെ എന്താ പറയുക, ഈവൻ നമ്മൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാ ഇലക്ട്രിക് വണ്ടിയിലോട്ട് മാറും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നത് പോലും ഒരു പല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകാൻ പറ്റും. എന്നാൽ സെൻട്രൽ ലെവൽ, നമ്മുടെ ഗവൺമെന്റ് ലെവലിൽ പല കാര്യങ്ങളും ഇതിനുവേണ്ടി ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക ബിൽഡിംഗ് ഡീഫോറസ്റ്റേഷൻ ഒക്കെ നമ്മൾ അവരെ അലോ ചെയ്യുന്നത് കുറയ്ക്കുക, നമ്മുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ഫോറസ്റ്റ് ആണ് എപ്പോഴും ഈ ചൂട് കൂടുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം. അത് എത്രത്തോളം കുറയുമ്പോൾ അതനുസരിച്ച് നമ്മുടെ എന്താ പറയുക ഓവറോൾ ലാൻഡിന്റെ ചൂട് കൂടിയുള്ള സാധ്യതയായിരുന്നു. അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ലെവലിലുള്ള ആൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സോസ്റ്റ് പലതരത്തിലുള്ള എന്താ പറയുക പുകയും ബാക്കി കുറയ്ക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ച് ഒരു എന്താ പറയുക വേറൊരു ഷിഫ്റ്റോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് തിരിച്ച് ക്ലൈമറ്റിക് നമ്മുടെ പഴയ ഇതിലോട്ട് കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇപ്പോൾ സാധാരണയായി സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് 2 മാസം കളിക്കാൻ പുറത്തിറങ്ങാനുള്ള ഒരു ആവേശത്തിലായിരിക്കും അവർ നിൽക്കുക. പക്ഷേ ഇതാ അവരോട് പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോഴേക്കും അവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ചിലയിടത്ത് വേനൽ മഴ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഓക്കെ, എന്നാൽ പിന്നെ പോയി മഴ നനയാമെന്ന് പോലും പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. അത് നനയാൻ പറ്റുന്നതാണോ, ലൈക്ക് അതും ദോഷകരമാണോ? മാത്രമല്ല നമുക്ക് ഈ കുട്ടികളെ ഇപ്പം അല്ലെങ്കിൽ അകത്തിരുന്ന മൊബൈൽ യൂസ് ചെയ്യുകയാണ്, കുട്ടികളോട് പുറത്തിറങ്ങി കളിക്കാൻ പറയും. ഇതിപ്പോൾ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. പിള്ളേരും മാനസികമായി ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നതും പറയേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആവശ്യമാണ്, നമ്മൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് പുറത്തു പോകുന്നത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളെ കൊണ്ട് അത്ര സേഫ് ആണെന്ന് വെച്ചാൽ അല്ലെന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ നമുക്ക് പറ്റുന്നത്രയും നമുക്ക് അതിന് പകരം ഓൾട്ടർനേറ്റീവ് കൊടുക്കാതെ ഒരിക്കലും കുട്ടികളെ നമുക്ക് അകത്തിരുത്താൻ പറ്റത്തുമില്ല. എന്നാൽ ഇപ്പൊ അതുപോലെ നമ്മൾ വീട്ടിനകത്തിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോണും ഐപാഡും ഇതൊക്കെ തന്നെയൊക്കെ നമ്മുടെ മിക്കപ്പോഴും സജസ്റ്റ് ചെയ്യും. പക്ഷെ അതല്ലാതെ കുട്ടികളെ എന്റർടൈൻ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ പല രീതിയിൽ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആക്ച്വലി ഇവരെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ പോലെ മഴ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് മഴയത്തിറങ്ങി കളിക്കുക എന്നൊക്കെ പറയുന്നത് സേഫ് ആണെന്ന് വെച്ചാൽ ഒട്ടും സേഫ് അല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില്. പറ്റത്ര അത് അവോയ്ഡ് ചെയ്യാൻ തന്നെ ഇപ്പോഴും പറയത്തുള്ളൂ. എന്നാൽ അകത്ത് കയറുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പല കൺട്രീസും 12 വയസ്സിന് താഴെ കുട്ടികളിൽ അബ്സല്യൂട്ട് മൊബൈൽ ഫോണും ഈ ടെക്നോളജി ബാൻ ചെയ്യാൻ പറയുന്ന സിറ്റുവേഷനിൽ അതും റെക്കമെൻഡബിൾ അല്ല. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ പലതരത്തിലുള്ള ടോയ്സോ അല്ലെങ്കിൽ വരയ്ക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ കൊടുക്കുക, അവരുടെ ഏജിന് പറ്റുന്ന രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് എന്റർടൈൻമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ മേ ബി ഒരു പരിധിവരെ കുട്ടികൾ അതിൽ ഒതുങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതൊരിക്കലും എന്താ പറയുക റെക്കമെൻഡ് അല്ലെങ്കിൽ നമുക്ക് അതാണ് ചെയ്യേണ്ടതെന്നല്ല. പക്ഷെ നമ്മൾ മറുവശം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചൂടും അതിന്റെ കോംപ്ലിക്കേഷൻസും നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ വിൽ ബി ഇതായിരിക്കും. ഓക്കെ, എന്തായാലും വളരെ നന്ദി ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു അരമണിക്കൂർ സംസാരിച്ചതിന്. കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു റെഗുലേഷൻ എന്താ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ഞാൻ വീണ്ടും പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയുന്നു. വെള്ളം കുടിക്കുക, ധാരാളമായി കുടിക്കുക, ദാഹം തോന്നിയില്ലെങ്കിലും കുടിക്കുക. ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം മാക്സിമം കുടിക്കാൻ ഉറപ്പ് വരുത്തുക. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ പങ്കെടുത്തതിന്, സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.